ഗോരഖ്പൂർ രൂപതയുടെ പ്രഥമ അധ്യക്ഷനായ അഭിമന്യ മാർ ഡൊമിനിക് കൊക്കാട്ട് ചരിത്രത്തിൽ പുണ്യനിമിഷങ്ങളിലൂടെ തൻ്റെ സ്വർഗീയ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പിതാവിൻ്റെ ദേഹവിയോഗം ഗോരഖ്പൂർ രൂപതയെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടമാണ്. ഞങ്ങൾക്ക് പിതാജി എന്ന് വിളിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവും പകർന്നു തന്ന വത്സല പിതാവായ ഡൊമിനിക് കൊക്കാട്ട് പിതാവ് 1932 ഫെബ്രുവരി മാസം 23-ാം തീയതി വൈക്കത്ത് പൂജാതനായി. 2026 ജനുവരി മാസം 25-ാം തീയതി സഹായിക്കവാരത്തിൻ്റെ അവസാന ദിവസം, വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ്റെ മാനസാന്തര ദിവസം രാവിലെ 11 മണിക്ക് ഗോരഖ്പൂർ രൂപതയിലുള്ള ഫാത്തിമ ഹോസ്പിറ്റലിൽ തൻ്റെ സ്വർഗീയ സമ്മാനത്തിനായിട്ട് യാത്രയായി. പിതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന അഭിമന്യ പിതാവിൻ്റെ കുടുംബാംഗങ്ങളെയും അഭിമന്യ പിതാവ് അംഗമായിരിക്കുന്ന ചെറുപുഷ്പ സഭയെയും അഭിമന്യ പിതാവ് 22 വർഷങ്ങൾ നിരന്തരമായിട്ട് തൻ്റെ ശുശ്രൂഷയിലൂടെയും സേവനത്തിലൂടെയും നല്ല ഇടയനായിട്ടും സേവനം ചെയ്ത ഗോരഖ്പൂർ രൂപതയുടെയും വേദനയിൽ പങ്കുചേരുന്നു. ആ വേദനയിൽ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ പിതാവിനെ തൻ്റെ സ്വർഗീയ യാത്രയിൽ അനുഗമിക്കുന്നു. 1950 തൻ്റെ സന്യാസ ജീവിതം ചെറുപുഷ്പ സഭയിൽ ആരംഭിച്ച് 1973 പഞ്ചാബ് മിഷനിലെ ആദ്യ മിഷണറിയായിട്ട് പിതാവ് യാത്രയായി. 1984 ഗോരഖ്പൂർ രൂപതയുടെ പ്രഥമ മെത്രാനായിട്ട് പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാൽ നിയോഗിതനായി. 1984 മുതൽ 2006 വരെ 22 വർഷങ്ങൾ സ്തുത്യർഹമായിട്ട് ഈ രൂപതയ്ക്ക് ഊടും ഭാവും നൽകിക്കൊണ്ട് പിതാവ് ഈ രൂപതയെ നയിച്ചു. വളരെ തികഞ്ഞ ചെറുപുഷ്പ ഭക്തനായിരുന്ന, വിശുദ്ധ പുത്രേസ്യയുള്ള ഭക്തിയാൽ തീഷ്ണമതിയായിട്ട് മിഷണറി പ്രവർത്തനം ചെയ്ത അഭിമന്യ ഡൊമിനിക് പിതാവ് തൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് ചെറുപുഷ്പത്തിൻ്റെ ആധ്യാത്മികത ഉൾക്കൊള്ളുന്ന ഒരു സന്യാസിനി സമൂഹത്തിന്, ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് തെരേസ് LST സന്യാസ സമൂഹത്തിന് 1988 രൂപം നൽകി. ഒരു സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകൻ, ഗോരഖ്പൂർ രൂപതയുടെ ഊടും പാവും നൽകി രൂപതയെ വളർത്തിയ അജപാലകൻ ഇടയശ്രേഷ്ഠൻ. ആ ഇടയശ്രേഷ്ഠൻ കാലയവനികൾക്കുള്ളിൽ മറയുമ്പോൾ ഗോരഖ്പൂർ രൂപതയിലെ അഭിമന്യ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും രൂപതാ ജനം മുഴുവൻ പിതാവിൻ്റെ വേർപാടിൽ വ്യസനിക്കുന്നു. എങ്കിലും സ്വർഗത്തിൽ ഞങ്ങൾക്കായൊരു മധ്യസ്ഥൻ ഉണ്ട് എന്നുള്ള ആ വലിയ പ്രത്യാശയിൽ പിതാവിൻ്റെ യാത്രയിൽ ഞങ്ങൾ സ്വർഗീയ യാത്രയിൽ പ്രാർത്ഥനയോടുകൂടെ അനുഗമിക്കുന്നു. ഈ വേദനയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്ന സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനും, ഗോരഖ്പൂർ രൂപതയുടെ അതിരൂപതയായ ഫരീദാബാദ് രൂപത അധ്യക്ഷൻ അഭിമന്യ ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര പിതാവിനും, ആഗ്ര റീജിയണൽ ഹെഡായ ആഗ്രയുടെ അഭിമന്യ ആർച്ച് ബിഷപ്പ് റാഫി മഞ്ഞളി പിതാവിനും, റീജിയനിലുള്ള എല്ലാ പിതാക്കന്മാർക്കും, സിറോ മലബാർ സഭയിലെയും സിറോ മലങ്കര സഭയിലെയും അഭിമന്യ പിതാക്കന്മാർക്കും, ഡൊമിനിക് പിതാവിൻ്റെ ഈ വിയോഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി സന്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു.
പിതാവിന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുന്നു. സാമൂഹിക അജപാലന മേഖലകളിൽ തൻ്റേതായ കൈവയ്പ് മുദ്ര പതിച്ച ഒരു നല്ല ഇടയൻ കടന്നു പോകുമ്പോൾ ആ ഇടയൻ്റെ പാത പിന്തുടരുവാനായിട്ടും ആ ഇടയൻ ഞങ്ങൾക്ക് ആയിട്ട് മാറ്റിവെച്ച കാണിച്ച ആ മിഷണറി തീഷ്ണതയെ പിൻചെല്ലുവാനുമായിട്ടും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് ഇടയശ്രേഷ്ഠനോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഇടയശ്രേഷ്ഠൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു.